എൻ്റെ എല്ലാ യൂട്യൂബ് ചങ്കുകൾക്കും AK വേൾഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ആദീന ധാവണിയൊക്കെ ഉടുപ്പിച്ച് ഇതാക്കിച്ചു. അത് കണ്ടിട്ട് ധാവണിയൊക്കെ ആക്കി കൊടുത്ത് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായി കേട്ടോ. റീൽസ് എടുത്ത് തള്ളി മറിക്കുക തന്നെ, അവിടെ ഇവിടെ ഫോട്ടോ എടുക്കൽ റീൽസ് എടുക്കൽ ഇതന്നെ നമ്മുടെ പരിപാടി. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിട്ട് നമ്മൾ പോകുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എവിടെ പോകുന്നതെന്ന് മനസ്സിലായോ? സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ വേഗം മനസ്സിലാവും അല്ലേ എവിടേക്കാണ് പോകുന്നതെന്ന്. സെറ്റ് സാരി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ സ്ഥലത്തേക്ക് പോകും, മെയിനായിട്ട് സെറ്റ് സാരി എടുത്തിട്ട് അത് അമ്പലങ്ങളിലേക്കായിരിക്കും അല്ലേ. അതുപോലെ ഇന്നും നമ്മൾ അമ്പലത്തിൽ പോവുകയാണ്. ഇന്ന് ശിവരാത്രിയോട് അനുബന്ധിച്ചിട്ട് ഇന്ന് അമ്പലത്തിൽ പോവണോ പറഞ്ഞിട്ട് നിന്ന്, പക്ഷേ എന്തായാലും പോവണം എന്ന് മനസ്സിലൊരു ഉൾവിളി. അങ്ങനെ ഞങ്ങൾ റെഡിയായി പോകാൻ തീരുമാനിച്ചത് ശിവൻ്റെ അമ്പലത്തിലേക്കാണ്. പക്ഷേ നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും ഗുരുവായൂർ അമ്പലം വിട്ടിട്ടുള്ള ഒരു കളി നമുക്കില്ല. അപ്പം നമ്മൾ വിചാരിച്ച് മമ്മിയൂർ അമ്പലത്തിലേക്ക് പോവാം. മമ്മിയൂർ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയിൽ ഗുരുവായൂർ അമ്പലത്തിലും കയറി വരാം. അപ്പം മനസ്സിനൊരു സമാധാനമായി. കൃഷ്ണൻ പിണങ്ങില്ലല്ലോ. ശരിക്കും നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിൽ ഒരു വിഷമാണത്. ചില സമയം നമ്മളെ മനസ്സിൻ്റെ ഒരു തോന്നലായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോയിൽ മമ്മിയൂർ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. മമ്മിയൂർ അമ്പലത്തിലേക്ക് നമ്മൾ അവിടുന്ന് 90 രൂപേൻ്റെ ഓട്ടോ ഉണ്ട്. ഓട്ടോന്, ബസ്സിനാണെങ്കിൽ അത്ര പൈസ ഇല്ല കേട്ടോ. അപ്പം അവിടെ വന്ന് അവിടെ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് സൂപ്പറാക്കിയിരുന്നു. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. പിന്നെ മമ്മിയൂർ അമ്പലത്തിൽ പണി നടക്കുന്നത് കൊണ്ട് തന്നെ സൗകര്യക്കുറവുണ്ട് കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റൂല. അപ്പം നമ്മൾ അമ്പലമൊക്കെ പ്രദക്ഷിണം ചെയ്ത് മുന്നിൽ പ്രാർത്ഥിച്ച് വരുമ്പോൾ ഇത് ഈ മമ്മിയൂർ അമ്പലത്തിൽ വരുന്നവർ ശരിക്ക് ഇവിടെ ഒരു നാഗക്കാവും ഭഗവതി ക്ഷേത്രമുണ്ട്. ഇവിടെ കയറി പ്രാർത്ഥിക്കണം. പല ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ട് അറിവില്ല കേട്ടോ. അപ്പോൾ അവിടെ നാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താ വഴിപാട് ചെയ്യണമെങ്കിലും അവിടെ നമുക്ക് നാഗങ്ങളെ ദോഷങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്തതിനെ ഒക്കെ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ മുട്ടിറക്കലുണ്ട്. നമുക്ക് എന്തെങ്കിലും ശത്രുദോഷം, ബാധ, ഉപദ്രവം അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ മുട്ടിറക്കുന്നുണ്ട്. പിന്നെ ആ മരം കണ്ടില്ലേ, അവിടെ ഒന്ന് പ്രദക്ഷിണം ചെയ്യണം എന്ന് പറയുന്നത് ഞാൻ കേട്ടു കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ അമ്പലമൊക്കെ ചുറ്റി കുളത്തിൻ്റെ സൈഡിലേക്ക് കൂടി, മമ്മിയുടെ അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ സൈഡിലേക്ക് കൂടി ചുറ്റി വന്ന് ഇവിടെ നവരാത്രി മണ്ഡപമൊക്കെ ഉണ്ട്. നേരെ നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് വന്നു. അപ്പോൾ അവിടെ പഞ്ചവാദ്യമൊക്കെ നടക്കുന്നുണ്ട്. ഈ സ്റ്റേജ് കണ്ടോ, ഇവിടെ ആദ്യൻ്റെ ഡാൻസൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അധികവും 1-2 പ്രാവശ്യം ആദ്യം ഇവിടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അപ്പം നേരെ നമ്മളിവിടെ അമ്പലത്തിൽ കുറച്ച് സമയം അവിടെ നിന്നു. നമ്മൾ ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഇവിടെയൊക്കെ പണി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവിടെ ഇവിടെയൊക്കെ കുറേ സാധനമെല്ലാം വെച്ചിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ അറിയാത്തവർക്കായിട്ടൊരു കാര്യം കൂടി, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നതിന് മുന്നേ മമ്മിയൂർ അമ്പലത്തിൽ പോയി പ്രദക്ഷിണം ചെയ്തിട്ട് വേണം ഗുരുവായൂർ അമ്പലത്തിൽ വരാനെന്നാണ് ഐതിഹ്യം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം പൂർണ്ണമാവണമെങ്കിൽ മമ്മിയൂർ അമ്പലത്തിൽ കൂടി തൊഴണം. അതിന് ഒരു കാരണം പറയുന്നത് എന്ന് പറഞ്ഞാൽ, പണ്ട് ഈ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഗുരുവും ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും കൂടിയിട്ട് ഇങ്ങനെ ഈ വിഗ്രഹം കൊണ്ട് പോകുന്ന സമയത്ത് മമ്മിയൂരപ്പൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരനും പാർവതി ദേവിയും കൂടി രുദ്രതീർത്ഥ കുളത്തിൽ, അതായത് നമ്മളെ ശ്രീകൃഷ്ണൻ്റെ ഗുരുവായൂർ അമ്പലത്തിലത്തെ കുളത്തിലാണ് ഇവർ നൃത്തം ചെയ്യുന്നുണ്ടായത്, ഒരു പരമേശ്വരനും പാർവതി ദേവിയും കൂടി. അപ്പോൾ അവിടെയാണ് ഈ വിഗ്രഹവും കൊണ്ട് ഇവർ പോകുന്നത്. പോയിട്ട് ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാനാണ് ആ സ്ഥലം ഒഴിഞ്ഞു കൊടുക്കുകയും അവിടെ ഭഗവാൻ ഗുരുവായൂരപ്പനെ സ്ഥാപിക്കാൻ പറഞ്ഞത്. അപ്പോൾ പരമേശ്വരൻ അവിടെ നിന്ന് മാറി മമ്മിയൂരേക്ക് മാറിയപ്പോൾ അവിടെ മമ്മിയൂർ അമ്പലം ഉണ്ടാക്കിയെന്നാണ് ഐതിഹ്യം. അപ്പം അതുകൊണ്ടാണ് മമ്മിയൂർ അമ്പലവും ഗുരുവായൂർ അമ്പലവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത്. ഈ മമ്മിയൂർ അമ്പലത്തിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു ഗണപതി വിഗ്രഹമുണ്ട് കേട്ടോ പുറത്ത്, അവിടെയും കൂടി പ്രാർത്ഥിച്ച് ചെരുപ്പൊക്കെ ഇട്ട് നേരെ അടുത്തേക്ക് പോകണം, ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ നമ്മളെ യൂട്യൂബേഴ്സിന് എന്ത് കണ്ടു കഴിഞ്ഞാലും വീഡിയോ എടുക്കാൻ തോന്നും അല്ലേ.
അപ്പോൾ ഞാനും അതുപോലെ ഒരു പ്രാന്തിയാണ്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ വീഡിയോസും എന്ത് വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും അതെടുക്കും. ഇത് ഇവിടെ അടുത്ത് പൂജാ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു കടയിൽ കുറേ തുളസിയും പൂമാലകളൊക്കെ വെച്ച് കണ്ടിട്ടാകുമ്പോൾ എനിക്ക് അതും ഒന്ന് റീലെടുക്കാൻ തോന്നി. അവിടെ ഒരു ഭഗവാൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലെത്തിയിട്ടോ. ഗുരുവായൂർ അമ്പലം കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണല്ലോ. അമ്പലങ്ങൾ ഏതായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുത്ത്, ഗുരുവായൂർ അമ്പലത്തിൽ വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ തൊഴുതിട്ട് വേഗം വന്നു കേട്ടോ. എന്നിട്ട് കിച്ചു വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ, ഈ നടേൻ്റെ ഉള്ളിൽ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, കിഴക്കേ നടേൻ്റെ ആ തൊട്ടിട്ട് തന്നെ കേട്ടോ. അവിടെ പോയി ഭട്ടൂരയും പൂരിയും അവർക്ക് വാങ്ങിച്ചു കൊടുത്തു. ഞാനൊരു ലൈറ്റ് ചായയും കുടിച്ചു. അപ്പോൾ കിച്ചുവിന് അടുത്ത പൂരിയും ബാജിക്കറിയും ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഭട്ടൂര ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കേട്ടോ. എന്നിട്ട് അവരതിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പൊതുവേ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കാറ് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോൾ ഫുഡൊന്നും കഴിക്കാണ്ട് പോയിട്ട് ദിവസങ്ങളിൽ. എന്നിട്ട് ഇവിടുന്നൊരു പാനിപ്പൂരി പപ്പടവും കൂടി വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ.